അങ്ങനെ പറയല്ലേ ഇത് ഒരാളാ ഒരു അന്വേഷിച്ചാൽ നാളെ കാലത്ത് എല്ലാവർക്കും പറയാം ഈ കയ്യടി ഉണ്ടാവില്ല. നാളെ കാലത്ത് പറയാം മുത്തപ്പന് ഇല്ലാട്ടാ, മുത്തപ്പന് സുഖല്ല, അങ്ങനെ കിടക്കുക. അയ്യടാ തെക്കു തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലവും കോട്ടയവും അഴകേറും എറണാകുളം അരികത്തൊരിടുക്കി അരിവിളയും പാലക്കാടും തൃശ്ശൂരും. അയ്യോ ഉദിച്ചിരുന്നീശ്വരോ പന്തിരായിരം വിളക്കത്തിരേ കുണ്ടത്തോടോടിയിട്ട് കുണ്ടുള്ള കിണറ്റ് കുണ്ടി കൂടെ കുറ്റി കയറിയിട്ട് ഇതൊക്കെ എന്റെ മൂട്ടോട് വരണ വഴിയാണ്. പാവാറ വള്ളി ഇങ്ങനത്തെ വള്ളിയും കൂടി ഉണ്ട്. അതുകൊണ്ട് കഴിച്ച ആള് സ്വതന്ത്രനാവും. ഉള്ള കാര്യം പറഞ്ഞ ഇതൊക്കെ സ്വതന്ത്രനാവാൻ കാരണമുണ്ട്. ഞങ്ങളുടെ നാട്ടില് എലക്ഷൻ നടക്കുമ്പോ അങ്ങനെ ഞങ്ങളുടെ നാട്ടില് ഇലക്ഷൻ നടക്കുമ്പോ നാട്ടുകാർക്ക് ഒരേ അഭിപ്രായം പിന്നെ ചുണ്ട് മാത്രമേ കണ്ടാവുള്ളൂ. അങ്ങനെ ഓരോ അഭിപ്രായം. മുത്തപ്പന്റെ പെണ്ണൊരുത്തി പ്രാവശ്യം ഇലക്ഷന് നിൽക്കണമെന്നോ, മുത്തപ്പന്റെ പെണ്ണൊരുത്തി പ്രാവശ്യം ഇലക്ഷന് ആരാണ്ടോ ഇവിടെ അങ്ങനെ ഇപ്രാവശ്യം മുത്തപ്പന്റെ പെണ്ണൊരുത്തി വേണം പ്രാവശ്യം ഇലക്ഷന് നിൽക്കണത്. അപ്പൊ ഞാനും എന്ത് വിചാരിച്ചു, എന്റെ പെണ്ണൊരുത്തി അങ്ങനെ നിൽക്കാൻ കഴിവുള്ളൊരു പെണ്ണൊരുത്തല്ല, അങ്ങനെ ഇലക്ഷന് നിൽക്കാൻ പറ്റിയൊരു പെണ്ണൊരുത്തല്ല. എന്താ അവള് MA പാസ്സായിട്ടുള്ളൊരു പെണ്ണൊരുത്തിയാണ്. അവളെന്നെ വെറുതെ എന്തിനു ഇതിന്റെ ഉള്ളിൽ പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും എന്റെ പെണ്ണ് കൗസു എന്റെ കൗസ് കഴിഞ്ഞിട്ട് നാട്ടിലുള്ളൂ. അങ്ങനെ ഞാനെന്ത് ചെയ്തു, കൗസിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്രാവശ്യം ഇലക്ഷന് നീ നിൽക്കുന്നെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും പറയുന്നത് എനിക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ, ഇലക്ഷന് നിൽക്കാൻ താല്പര്യമുണ്ടോ. അങ്ങനെ എന്ത് ചെയ്തു, പെണ്ണൊരുത്തി പറയാ, ഏട്ടാ എനിക്ക് ഇലക്ഷന് നിൽക്കൊക്കെ പേടിയാവും. ഇലക്ഷന് നിൽക്കാൻ ചെറിയൊരു പേടിക്ക് വേണം. വേണ്ട അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വീട്ടില് ഫുൾ ചർച്ചയാണ്. എന്തൊക്കെയാ നാട്ടിലുള്ള എല്ലാവരും മുത്തപ്പനെ പിന്നെ ആൾക്കാർ ഒന്നോ രണ്ടോ ആൾക്കാരെ അറിയാലോ. എന്റെ കണ്ണാടിന് അറിയാത്ത ആൾക്കാരില്ല. സത്യം സത്യം മതി. ഗുഡ് നൈറ്റ്. എന്തല്ലേ ഈ ചെക്കന്മാരെ പറഞ്ഞിട്ട കാര്യമല്ലോ. രണ്ടെണ്ണം പറഞ്ഞിട്ട് ഒരാൾക്ക് ഇത് തെറ്റോറ നിന്നെ തിരിച്ചുവിടാൻ പറ്റുള്ളൂ. നേരം കൊണ്ട് വളർക്കട്ടെ, ഇത് മൊത്തത്തിനോട് മായട്ടെ. എന്റെ വിവരം കൂടെ പഠിക്കും നമ്മള്. അതെ, ആ വിവരം പഠിക്കുന്ന സാധനം എടുക്കുമ്പോ എന്നെ വിളിക്കണട്ടാ. അങ്ങോട്ട് പോകുമ്പോ ഓരോരുത്തർക്ക് അവിടെ കുട്ടിയുള്ളൂ. ഞാൻ പോയാ നേരത്തെ പോയപ്പോ വേറെ കുട്ടിയിലാണ്. ആരോ നേരത്തെ പോയപ്പോ വേറെ ആള് വേറെ കുട്ടീനെ വിളിക്കുന്നു. ഏത് വഴിയെങ്കിലും പോയേ ആ വഴിക്ക് ഞാൻ പോയപ്പോ അത് കേട്ട് അങ്ങോട്ട് ഓർമ്മ വണ്ടാണ് കിട്ടിട്ടു. അങ്ങനെ ഞാൻ പെണ്ണെടുത്ത് മാത്രം എൻ്റെ അടുത്ത് ഏട്ടാ ഞാനിപ്പോ എന്ത് ചെയ്യണം, ഞാനെന്ത് ചെയ്യണം, ഇതേ ഞാണ്ട് കൂടെ പിന്നെന്താ പേടിക്കേണ്ടതൊക്കെ ഞാൻ പേടിക്കണ്ടെന്നാ ഞാൻ കൂടെ ഇല്ല.
ഈ പഠിക്കണ്ടോ എന്നാലും അങ്ങനെയല്ലല്ലോ അങ്ങനെ തന്നെ വെച്ച് മനസ്സിന്റെ മനസ്സോടെ ഇലക്ഷന് ഇങ്ങനെ നിൽക്കാവുന്ന ആരുന്നു തനിക്ക് അങ്ങനെ കണ്ട പണക്കെട്ടാണ് ഇപ്പൊ ബാങ്കിലെ നോട്ടീസ് അങ്ങനെ ഞാന് വീട്ടിൽ ഇരുന്ന പെണ്ണടിച്ചത് വരണ്ടേ ഇപ്രാവശ്യം ഇലക്ഷന് നിൽക്കുമ്പോ ഇത്തിരി പേടിക്കണം ഇത്രയും നേരത്തെ ഇങ്ങനെ പേടിക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് പറയാ ഏട്ടാ ഇലക്ഷനിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും അടുത്ത് ചെന്നിട്ട് പ്രസവിക്കണ്ടേ അല്ല എന്തോ ഒരു ഇതിലോ പ്രസംഗിക്കണ്ടേ എല്ലായിടത്തും അതൊക്കെ അറിയില്ല എന്നാ അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് നിങ്ങള് കണ്ണാട വെക്കണ്ട ഇത് ഫോട്ടോ എടുക്കുമ്പോ ഞാനാ കണ്ണാട വെക്കണ്ട ചെങ്ങാതി ഇതിലൂടെ നോക്കുമ്പോ മരുഭൂമി പറമ്പന്റെ ദാസേട്ടനൊക്കെ നോക്കുമ്പോഴേ ഒരു ഒച്ചിരിക്കണം കുട്ടാട്ടിനെ നോക്കുമ്പോ എന്തോ ഒരു സാധനം ക്യാമറമാനെ നോക്കുമ്പോ മഴ പൊടിഞ്ഞ് വെട്ടി ഈ കണ്ണാട ഇങ്ങനെ വെട്ടിലോട്ടോ നിങ്ങൾ ചില്ലറമാരില്ല പവറിലോളാ അതിത്തിരി പവറിലോളാ അങ്ങനെ ഈ പവറിന്റെ പെണ്ണിട്ടില്ല എന്നിട്ട് അവൾക്ക് പേടിയാ ഇങ്ങനെ അവളെന്റെ അടുത്ത് പറയണ്ട് ഏട്ടാ ഞാൻ അങ്ങനെ ഇലക്ഷനിൽ നിന്ന് ഞാൻ എന്തിനൊക്കെ പ്രസംഗിക്കണോ എന്താ നീ ഇങ്ങനെ എടുക്കും ഇങ്ങോട്ട് നോക്കണം അല്ലെങ്കിൽ പിന്നെ സ്റ്റാറ്റസിൽ ഇരുന്ന് വരും ഏഴാം വൽക്കേരും കൂടിയിലും അങ്ങനെ പെണ്ണെടുത്ത് പറഞ്ഞിട്ട് നീ അതിന് പേടിക്കണ്ട അപ്പൊ എന്താ നമ്മുടെ അവനാന്റെ പെണ്ണുങ്ങൾക്ക് ധൈര്യം കൊടുക്കണം നിങ്ങളല്ലേ സത്യല്ലേ സത്യം നിങ്ങളതിന്റെ ഇടയിൽ വരണ്ട അങ്ങനെ പെണ്ണിന് ഞാൻ ധൈര്യം കൂടി കൊടുക്കണം നീ പേടിക്കണ്ട എനിക്ക് പ്രസംഗിക്കാതൊക്കെ ഞാൻ എഴുതി തരും അതിനൊക്കെ ഞാൻ എഴുതി തരും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ആ പോയിരുന്നു അങ്ങനെ ഞാനത് ഇവൾക്കിങ്ങനെ എഴുതി കൊടുക്കാം പ്രസംഗിക്കാതെ പ്രിയപ്പെട്ട നാട്ടുകാരെ കാണാതെയ നിന്റെ അടുത്ത് വർത്തനം പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ നിയോജക മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. നിങ്ങളുടെ എല്ലാവരും സഹകരിച്ച് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിന്റെ കൗസുവിനെ അറിയാത്ത നാട്ടുകാരില്ല. അവൾക്ക് രാത്രി പകല് അവൾക്ക് പണി കാത്ത ദിവസമില്ല. എന്നും പണിയാ. വരുമ്പോ വലിയ ടൗസർ കൊണ്ടുവരും. ആ ടൗസർ സൈക്കിളിടാവും. ബാക്കിയുള്ളത് വീട്ടിൽ നിന്ന് തയ്ക്കച്ചിട്ടുണ്ട് വീട്ടിൽ വരുന്നേ. അപ്പൊ ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? ഇതൊക്കെ എഴുതി കൊടുത്തു. നീ പേടിക്കണ്ട, നീ അവർക്ക് വാക്ക് പറഞ്ഞാ. അപ്പൊ അവിടുത്തെ ചെറുപ്പക്കാരായ ആമ്പിള്ളേരൊക്കെ എന്റെ കൗസുവിന്റെ കൂടെയാ. എന്റെ കൗസു ഹായ് കൗസുവിന്റെ അതിനെ വിടരുതിട്ടാ. കൗസുവിന്റെ കൂടെ അങ്ങനെ എല്ലാരും പറയണ്ട് നിന്റെ ഇലക്ഷനിൽ എന്ത് പെണ്ണാണോ അപ്പൊ എന്റെ പെണ്ണ് കിട്ടുന്നത് പിന്നെ ഇലക്ഷന് പോകുമ്പോ ഇത്തിരി പവറൊക്കെ വേണ്ടേ? എല്ലാവർക്കും ഒരു മേക്കപ്പാണ്. എന്തിനും ഒരു മേക്കപ്പ് ഉണ്ടാവില്ല. അവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങള് കണ്ണു ഞെട്ടു ഒന്ന് നുണയ്ക്കും. നുണയ്ക്കെന്ന് പറഞ്ഞാൽ നുണയ്ക്കണം. എവിടുന്ന പ്രയോഗം വരുന്നില്ല.
ഞാൻ തലയില് തലക്കിലൊക്കെ ഇരിക്കോ അപ്പൊ മനസ്സിലോ അങ്ങനെ എന്റെ കൗസിങ്ങനെ വരിക നല്ലത് അവന്റെ മുഖമൊരു ആ റാവുടി വെച്ചാൽ മൂക്കാനാത്തനായി അങ്ങനെ അങ്ങനെ ഞാനെന്ത് ചെയ്യണോ അങ്ങനെ കൗസിന്റെ അടുത്ത് നീ പേടിക്കണ്ട നീ ഇലക്ഷന് ഇറങ്ങിക്കോണ അങ്ങനെ എന്റെ കൗസും കൂടി വരികയാണ് ഹായ് എന്റെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എന്റെ സൂര്യകാന്തിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നെ വിജയിപ്പിച്ച് തരണം എന്നിട്ട് എന്റെ വീട്ടിൽ പേര് ഇറങ്ങി എന്നിട്ട് ഇലക്ഷൻ എടുത്തു എന്റെ സൂര്യകാന്തി ഇതില് വോട്ട് ചെയ്യണം അങ്ങനെ വോട്ട് ചെയ്യാൻ തന്നില്ല ഇങ്ങനെ ചേര് ചെന്ന് ഇട്ടോ ഒരു മിസ്റ്റർ ഫ്രീട്ടോ ആരായ വാർത്തകളാകും കുടിയിട്ടുള്ളത് മനവാർത്തമ്മ യാതൊരു ഇടവരാതെ കണ്ടു അടിക്കടി പറഞ്ഞു പറഞ്ഞ അട്ടുകുട്ടി അവിടെ വരാതെ കണ്ടു സുഖമംഗളാക്കി തരാം ഉണ്ടാക്കണേ ആരാടെ പതിനെട്ടാ കുട്ട മാറ്റുന്നതുകൊണ്ട് അൽഫാമനാണോ അതിന് ഏത് രൂപത്തിലെ വരുന്നതാവോ നിങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റില്ലേ ഒരു സീറ്റ് ഞാൻ എടുത്തിട്ടാ നമ്മള് പോകുമ്പോ പൊന്നോ നമ്മളൊപ്പിച്ചുകൊണ്ടോ പൊന്നോ ഇന്നെവിടെ നീ സ്കൂളിൽ പോയിട്ട് നടന്നല്ലേ അങ്ങനെ ഞാനെന്ത് ചെയ്തു ഇതെന്താ ശരിക്കട്ടെ അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു കണ്ണ ഒരു രംഗം നിറച്ച് താരം കൊണ്ടുതരുന്നത് അങ്ങനെ അവരെന്തെങ്കിലും നമുക്ക് നോക്കാം നമ്മളെ വിളിക്കുന്നത് അതെ അങ്ങോട്ട് ഇനി തല്ലാളൊരു ഒളിച്ചിരിക്കണം അങ്ങോട്ട് തല്ലേ പാടനാടുകളേറുണ്ട് പാട്ടം നടക്കുന്ന നേരത്തെ ഞാൻ മുട്ടപ്പനും ഞാൻ സ്വീകരിച്ചിട്ടോ മലവാരിത്തറമേലെ തിരിവെക്കാൻ വന്നത് ആരാ ആരാ ഓർത്ത് നീ പാടണോ നാട്ടിൽ പാടുന്ന വരിക അതാണ് കല്യാണം ഒന്നും ആരും പാടില്ല കല്യാണം ഒന്നും ആരും പാടില്ല എന്നല്ല പറഞ്ഞിട്ടാ പാടില്ല അങ്ങനെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ എന്റെ പെണ്ണിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടോ എന്റെ പെണ്ണെനിക്ക് ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട അങ്ങനെ നീ ചെന്നോ ആ മുന്നിൽ ഞാൻ ഉണ്ടാവുന്ന അങ്ങനെ ഇലക്ഷൻ പകുതി ഇനി ഒരൊറ്റ ദിവസമുള്ളോ ഇനി ഒരൊറ്റ ദിവസത്തിന്റെ പ്രസംഗമൊക്കെ കഴിക്കണം അങ്ങനെ നാട്ടില് ആ പരപ്പറയിട്ടാ ഒരൊറ്റ മിറ്റിങ്ങനെ അങ്ങനെ ഇലക്ഷൻ എടുത്തത് തലക്കൊട്ടുകാരയില് വലിയൊരു സമ്മേളനം എന്റെ കൗസ് വരണം
കൗസുനെ ഈ വേദിയിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ ഇവിടെ കടന്നു പറഞ്ഞില്ല, ഞാൻ നായരാണ്. ഞാൻ ഇവിടെ നിങ്ങള് നായര്, ഞാൻ 31. ഞാൻ നായരാ ഇവിടെയുള്ള ആളല്ലേ. അങ്ങനെ ഞാനെന്ത് ചെയ്തോടോ? അങ്ങനെ എന്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ ആർക്കറിയില്ല എന്ത് എവിടെ അങ്ങനെ കൗസു ഈ വേദിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേർന്നതാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോകുന്നില്ല, അത് മരിച്ചോടത്തേക്ക് പോകുന്നില്ല, വേഗം പുറപ്പെട്ടോ 10 മണിക്ക് ബസ് എന്ന് പറയും. ആ 10 മണി നേരത്തെ റോഡിൽ വന്ന് ഇറങ്ങി വണ്ടി വരുന്ന നേരത്തെ അവർക്ക് ഇങ്ങനെ തുടങ്ങും. ഒന്നുണ്ട് കേട്ടോ, അങ്ങനെ ഒന്നിന് നിന്നാ എന്താ ഒന്നിന് വേറൊന്നുള്ള കാര്യം മൂത്രമൊക്കെണ്ടെന്നാ. അപ്പൊ എന്റെ പെണ്ണല്ലേ എത്തിയാലില്ല. അങ്ങനെ ഞാൻ എന്റെ പെണ്ണിനും പിടിച്ചു. അതല്ലാട്ടാ, അങ്ങനെ എന്റെ പെണ്ണിനും പിടിച്ചു ഞാൻ ഓടി ചെന്ന് വലിയ ഒരു പ്രാവിന്റെ കടത്തിൽ ചെന്നിങ്ങനെ ഇരിക്കുക. പെണ്ണ് വലിയ ഒരു പ്രാവിന്റെ കടത്തിൽ ചെന്നിങ്ങനെ ഇട്ടിട്ട് കാര്യങ്ങൾ കഴിക്കാനോ അപ്പൊ അവിടുന്ന് വീണ്ടും അനൗൺസ്മെന്റ് കൗസുനെ വേദിയിലേക്ക് ആദ്യമായി ക്ഷണിച്ചു കൊള്ളുന്നു പറഞ്ഞ വെച്ച് ഓടിച്ചാടി അടിച്ചു. ഈ ഓടിച്ചാടി അടിക്കണേന്റെ ഈ മൊണ്ടക്കാട്ടിലാണ് നമ്മൾ ഓടി തന്നിരുന്ന. ഈ നേരത്തെ ഇങ്ങനെ വള്ളിപ്പട അതിന്റെ നേരത്തെ തട്ടിപ്പൊടിയൊക്കെ പറഞ്ഞ മേത്തിക്ക വേണ്ടുമ്പോൾ തടഞ്ഞു തുറക്കില്ലേ. ഞാൻ ഈ പോകുന്നിട്ട് തുറന്നിട്ട് വയ്ക്കാം. നീ കയറിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞോ എന്താണെങ്കിലും പറഞ്ഞോണ. അങ്ങനെ ഇവിടെ ചെന്നോ ഇവിടെ സ്റ്റേജിലാണ്ട് കേറണ. ഇങ്ങനെ കേറിട്ട് ഇങ്ങനെ അയ്യോ ഇവിടുത്തെ ജനങ്ങൾ അയ്യോ ഇത് കൊറോണപ്പൊടി നേരത്തെ വീണ പിന്നെ ചൊറിയലുണ്ട് മഞ്ചാര വീഴുന്നു. മനസ്സിലായത് പ്രിയപ്പെട്ട എന്നിട്ട് ഇന്നെന്ന് നോക്കുക. അപ്പൊ ഞാൻ ഊഷിക്കോ തോർത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ തന്നെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിൽ ഇതുവരെ എന്ത് നടന്നു? എന്നെ ഇപ്രാവശ്യം കൗൺസിലറായിട്ട് തെരഞ്ഞെടുത്ത എന്റെ നാട്ടുകാരിലെ ചെറുപ്പക്കാരിലെ കുട്ടികളെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്നലെ ഈ ചെറുപ്പക്കാരായ കുട്ടികൾ ഇന്നലെ ഇവിടെ എന്ത് ചെയ്തു? നിങ്ങൾക്കറിയാമല്ലോ. ഞാനൊരു പാവമല്ലേ, എനിക്കൊന്ന് തന്നൂടെ? വോട്ടണി ചോദിക്കണം. ഇതങ്ങനെ തോന്നിട്ട് മതിയ. അങ്ങനെ എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ആ കോഴിയുടെ തലർത്തരും എങ്കിലും പറയട്ടെ, ബ്ലൂടൂത്ത് ഓണാക്കിയോ? അങ്ങനെ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരികൾക്കും അറിയാമല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ എന്ത് നടന്നു. തുള്ളി വെള്ളമുണ്ടോ? കുടിക്കാൻ വെള്ളമുണ്ടോ? ഈ നാട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ടോ? എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി തരും. എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വലിയൊരു കുളം കുത്തി തരാം. വലിയൊരു കുളം കുത്തി തരാം. നിങ്ങൾക്കും ഇല്ലേ കുടിക്കണമെന്നോ ദാഹമില്ലേ?
ദാഹമില്ലേ? സങ്കടമില്ലേ? ഒന്നും തിരുമ വെള്ളമുണ്ടോ? വലിയൊരു കുളം തന്നെ ഞാൻ കുത്തിത്തരാനുള്ള കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയണോ? എന്നെ ഒരുപാട് ചിഹ്നങ്ങളുണ്ട്, ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. എന്റെ ഈ സൂര്യകാന്തി ചിഹ്നത്തിൽ, എന്റെ ഈ സൂര്യകാന്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കുന്നു. ചിഹ്നം വേണോ? വേണ്ടേ? കുത്തില്ലേ? വോട്ട് ചെയ്യില്ലേ? നിങ്ങളുടെ ഒറ്റ ഫലമാണ് എന്റെ വിജയം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ വോട്ട് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ കൂടെ ഇനിയും ഒരുപാട് കുട്ടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭയോട് എല്ലാവരും വാഗ്ദാനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നിർത്തലോ? നിർത്തണമല്ലോ. നിർത്തും. നിർത്തിയിട്ടുണ്ട്. ഉണ്ടാവും. ഇനിയുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ എനിക്കുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു, നേരമില്ലാത്തടത്ത് എന്ത് ചെയ്യും? നിങ്ങളുടെ വളരെ വിലപ്പെട്ട വോട്ടാണ് എന്റെ ചിഹ്നം. ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്തത് അത് വേറെ കൗൺസിലറാണ്. എന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും വിജയിപ്പിച്ച് തന്നിരിക്കണം. കാരണം തരൂലോ, കിട്ടില്ലോ. ഞാൻ ജയിക്കില്ലോ, ജയിക്കണമല്ലോ എന്ന് പ്രത്യേക ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു, പോകുന്നു. ഇനി വരും. കൈയടിക്ക്, എല്ലാവരും കൈയടിച്ചോ. അങ്ങനെ 4 വട്ടമുള്ളത് നമ്മള് ഓട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ ഓട്ട് കഴിഞ്ഞ പിന്നെ ചിക്കൻ തിരക്ക് കൂടുതലുണ്ട്. ചിക്കൻ തിരക്ക് കൂടുതലുണ്ട്. ജയിച്ചോന്ന് നോക്കണം. അങ്ങനെ ഞാൻ ചെന്നിരിക്കുക. ഈ പെട്ടി തുറക്കണ്ടേ? ഈ പെട്ടി തുറക്കണ്ട. പെട്ടിയിൽ തുറന്ന് എന്തൊക്കെ ഉണ്ടാകാം. പൂർത്തീകരിച്ചു. അപ്പൊ ഞാൻ വിജയത്തിനെ തോറ്റു. അപ്പൊ അവിടെ പറയാം.
അത്